ഇടുക്കിയിൽ 15-കാരിയെ പീഡിപ്പിച്ച കേസിൽ പ്രതി 3 വർഷങ്ങൾക്ക് ശേഷം പിടിയിൽ. ഇഞ്ചിക്കാട് സ്വദേശി ധനുഷിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. 2023-ൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ഇയാൾ പ്രണയം നടിച്ച് ലൈംഗികമായി പീഡിപ്പിക്കുകയായിരുന്നു. തുടർന്ന് മറ്റൊരാളുമായി പ്രണയത്തിലായ പ്രതി 15-കാരിയുമായുള്ള അടുപ്പം ഉപേക്ഷിച്ചു. ഈ കേസിലാണ് വീട്ടുകാരുടെ പരാതിയിൽ പ്രതിയെ പോലീസ് പിടികൂടിയത്. വിവരങ്ങളുമായി വി കെ സ്റ്റാലിൻ ചേരുന്നു. സ്റ്റാലിൻ, ഇത് 3 വർഷം മുൻപ് നടന്ന സംഭവമാണ്. എന്തുകൊണ്ടാണ് ഈ പോലീസ് പ്രതിയെ പിടികൂടാൻ ഇത്ര അധികം വൈകിയത്? 2023-ലാണ് ഈ കേസിനാസ്പദമായ സംഭവം നടന്നത് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. എന്തായാലും ഇടുക്കി വണ്ടിപ്പെരിയാറിന് സമീപമാണ് സംഭവം. വണ്ടിപ്പെരിയാർ പോലീസ് സ്റ്റേഷന്റെ കീഴിലുള്ള ഇഞ്ചിക്കാട് എസ്റ്റേറ്റിലെ യുവാവിനെയാണ് ഇപ്പോൾ ധനുഷ് എന്ന 24-കാരനെയാണ് ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇയാള് സമീപത്തുള്ള ഒരു കുട്ടിയുമായി വളരെ അടുപ്പത്തിലായിരുന്നു. അത് 15 വയസ്സ് മാത്രമാണ് അന്ന് ഈ കുട്ടിക്ക് ഉണ്ടായിരുന്നത്. അതിനുശേഷം ഇവരെ ഉപദ്രവിക്കുകയും ശാരീരികമായി ഉപദ്രവിക്കുകയും ഒക്കെ പീഡിപ്പിക്കുകയൊക്കെ ചെയ്തിരുന്നു. അതിനുശേഷം ഇയാള് അവിടെ നിന്നും മാറി പിന്നീട് മറ്റൊരു കുട്ടിയുമായി ഇയാൾ വീണ്ടും അടുപ്പത്തിലാവുകയായിരുന്നു. അങ്ങനെ നാളുകൾക്ക് ശേഷം പിന്നീട് വീണ്ടും ഇവിടെ തന്നെ തിരിച്ചെത്തി ഈ കുട്ടിയുമായി സംസാരിക്കുകയും അതിനുശേഷം വീണ്ടും അടുപ്പത്തിലാകാൻ ശ്രമിക്കുകയും ചെയ്തു. ഇതിനിടെ ഇത്തരത്തിലുള്ള നിരവധി കേസുകൾ ഇയാളെ സംബന്ധിച്ച ഉണ്ടെന്നൊക്കെയാണ് പോലീസിന്റെ ഒരു നിഗമനം. അത്തരം കാര്യങ്ങൾ പൂർണ്ണമായി നമുക്ക് വ്യക്തമായിട്ടില്ല. അതുകൊണ്ട് തന്നെ അത് വ്യക്തമായി നമുക്ക് പറയാനും കഴിയില്ല. എങ്കിലും പോലീസിന് ഇത്തരം കാര്യങ്ങളിൽ വലിയ സംശയമുണ്ട്. എന്താണെങ്കിലും ഈ 2ാമത് തവണ ഇയാൾ എത്തിയതിനു ശേഷം ഈ കുട്ടിയെ വീണ്ടും സമീപിക്കുകയും വീണ്ടും ഇത്തരത്തിലുള്ള ശല്യങ്ങൾ ഉണ്ടാകും അല്ലെങ്കിൽ ഉപദ്രവം ഉണ്ടാകും എന്നുള്ള ഒരു ധാരണ ഈ കുട്ടിക്ക് ഭയം തോന്നി. അതിനെ തുടർന്ന് ഈ കുട്ടി മാതാപിതാക്കളുടെ വിവരം പറയുകയായിരുന്നു. മാതാപിതാക്കളുടെ പരാതിയെ തുടർന്നാണ് പിന്നീട് ഇയാളെ കസ്റ്റഡിയിലെടുത്തത്. എന്തായാലും ഇയാളെ കസ്റ്റഡിയിലെടുത്ത് ഇന്നലെ ഇയാളെ റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. സ്റ്റാലിൻ, ഇത് പോക്സോ കേസാണ്, പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയാണ്. ഇത് സമാനമായ രീതിയിൽ തന്നെ കൂടുതൽ പേരെ ഇയാൾ ലൈംഗികമായി ചൂഷണം ചെയ്തിട്ടുണ്ട്. മറ്റൊരു പെൺകുട്ടിയുമായി ഇപ്പോൾ അടുപ്പമുണ്ടെന്ന് പറയുന്നുണ്ട്. അതും പ്രായപൂർത്തിയാകാത്ത കുട്ടിയാണോ? തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എങ്കിലും അതിനെ സംബന്ധിച്ച് വണ്ടിപ്പെരിയാർ പോലീസ് ഒരു വ്യക്തത നമുക്ക് നൽകിയിട്ടില്ല. കാരണം അവര് കേസ് അന്വേഷണത്തിലിരിക്കുന്നു. അതുപോലെ തന്നെ പോക്സോ കേസ് ആയതിന്റെ പേരിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടുന്ന കാര്യത്തിൽ അവർക്ക് പരിമിതിയുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ നമ്മളോട് അവർ പറയുന്നത്, പോലീസ് പറയുന്നത്. എന്നാൽ ഇയാൾക്ക് ഇത്തരത്തിലുള്ള നിരവധി ബന്ധങ്ങൾ നാട്ടിലുണ്ട് എന്ന് തന്നെയാണ് പോലീസിന്റെ നിഗമനം. എങ്കിലും മറ്റു പരാതികളുമായിട്ട് ആരും മുന്നോട്ട് വന്നിട്ടില്ല. ആകെ ഒരു പരാതി മാത്രമാണ് മുന്നോട്ട് വന്നത്. ആ പരാതിയിൽ പ്രകാരം അവരുടെ ഈ കുട്ടിയുടെ മാതാപിതാക്കളുടെ പരാതിയിൽ പ്രകാരമാണ് ഇപ്പോൾ ഇയാൾക്കെതിരെ കേസ് എടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഇപ്പോൾ റിമാൻഡ് ചെയ്തിരിക്കുന്നത്. എങ്കിലും തുടർ അന്വേഷണം നടക്കുന്നുണ്ട്. നിരവധി കേസുകൾ ഇത്തരത്തിലുണ്ട് എന്നുള്ള തന്നെയാണ് പോലീസിന്റെ ഒരു നിഗമനം. അപ്പം നമുക്ക് ആ കാര്യങ്ങൾ പോലീസ് വ്യക്തമാക്കിയിട്ടില്ല. കാരണം മറ്റാരും പരാതിയായിട്ട് മുന്നോട്ട് വരാത്ത സാഹചര്യത്തിൽ അതിനെക്കുറിച്ച് വെളിപ്പെടുത്തുന്നതിന് പോലീസിന് കുറച്ച് പരിമിതിയുണ്ട്. എത്ര നാളായി ഇയാൾ ഈ പെൺകുട്ടിയെ ചൂഷണം ചെയ്തിട്ടുണ്ട്? കാരണം 15 വയസ്സുള്ള കുട്ടിയാണ്. എത്ര വർഷമായി ഇവർ അടുപ്പത്തിലായിരുന്നു? എത്ര നാളുകളായി ഇയാൾ ചൂഷണം ചെയ്തിട്ടുണ്ട്? എവിടെ വെച്ചൊക്കെയാണ് പീഡിപ്പിച്ചത്? ഇത്തരം കാര്യങ്ങൾ വ്യക്തത വന്നിട്ടുണ്ടോ പോലീസിന്? വണ്ടിപ്പെരിയാർ ഇഞ്ചക്കാട് എന്ന് പറഞ്ഞ ഒരു എസ്റ്റേറ്റിന്റെ പരിസരത്താണ്, എസ്റ്റേറ്റിലെ ലയത്തിലാണ് ഇവരുടെ താമസ സ്ഥലം. ഇവർ അതിന് സമീപത്തൊക്കെ തന്നെയാണ് ഈ കുട്ടിയുടെയും ഒക്കെ വീട്. 2023 മുതലാണ് ഈ ബന്ധം ഇവർ ആരംഭിക്കുന്നത്. എങ്കിലും ഏറെ നാളുകൾ, ഏതാണ്ട് 6-7-8 മാസക്കാലത്തോളം ഈ കുട്ടിയോട് പല തവണ ഇത്തരത്തിൽ ഉപദ്രവിച്ചതായിട്ടാണ് നമുക്ക് വിവരം നൽകാൻ കഴിയുന്നത്. എന്താണെങ്കിലും അയാളെ കൂടുതൽ കാര്യങ്ങളിലേക്ക് ചോദ്യം ചെയ്തിട്ടൊന്നുമില്ല. അപ്പം കൂടുതൽ ചോദ്യം ചെയ്യുകയോ അത്തരത്തിലുള്ള കാര്യങ്ങൾ വരുമ്പോൾ മാത്രമാണ് നമുക്ക് പൂർണ്ണമായിട്ടൊരു വ്യക്തത നമുക്ക് ലഭിക്കുക. എന്തായാലും 6-7 മാസങ്ങളോളം ഈ കുട്ടിയെ ഇയാൾ ഉപദ്രവിച്ചിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. 2023 മുതലാണ്, അതായത് 3 വർഷം പിന്നിട്ടിരിക്കുന്നു. ആ സമയത്ത് കുട്ടിക്ക് 15 വയസ്സ് മാത്രമാണ് ഉണ്ടായിരുന്നത്. അപ്പൊ അതുപോലെ തന്നെ സമാനമായിട്ടുള്ള ചില കേസുകളും കൂടി പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അവരത് സ്ഥിരീകരിക്കുന്നില്ല. മറ്റാരും പരാതിയുമായിട്ട് മുന്നോട്ട് വന്നിട്ടില്ല. ഇനിയും കൂടുതൽ പരാതി ഉണ്ടാകുമെന്ന് തന്നെയാണ് വണ്ടിപ്പെരിയാർ പോലീസ് നമ്മളോട് വ്യക്തമാക്കുന്നത്. ടോമേ, വ്യക്തമാണ്. അതീവ ഗൗരവത്തോടു കൂടിയാണ് പോലീസ് ഈ കേസിനെ കാണുന്നത്. 2023-ൽ 15-കാരിയെ ലൈംഗികമായി ചൂഷണം ചെയ്യുന്നു. പിന്നീട് ഇയാൾ മറ്റൊരു പെൺകുട്ടിയുമായി അടുപ്പത്തിലാകുന്നു. അതിനുശേഷമാണ് ഈ പെൺകുട്ടി മാതാപിതാക്കളുടെ കാര്യം പറയുന്നത്. ഒരുപക്ഷെ നമ്മുടെയൊക്കെ
വീടുകളിലും ഇതുപോലെയൊക്കെ മക്കൾ ചൂഷണത്തിന് ഇരയാകുന്നുണ്ടാകാം. മാതാപിതാക്കളുടെയൊക്കെ അവരോട് കാര്യങ്ങൾ തിരക്കണം. അവരുടെ സ്വഭാവത്തിൽ മാറ്റങ്ങളുണ്ടെങ്കിൽ അതേക്കുറിച്ച് വിശദമായി മനസ്സിലാക്കണം. അവർ ചൂഷണം ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ പരാതിയുമായി പോലീസിനെ സമീപിക്കണം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.